നമുക്കൊന്നും ദൈവം ഒന്നും തന്നിട്ടില്ല, രോഗങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതാണ് നമ്മൾ നടക്കുന്നത്. ക്യാൻസറും ഡയാലിസിസും ചെയ്യുന്ന പേഷ്യൻറ്റിന് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, കുഴപ്പമില്ല, എൻ്റെ വാടക അടക്കം കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തൊന്നും പൈസ ഉണ്ടായിട്ട് സഹായിക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ എവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല. തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും പാവപ്പെട്ടവർക്ക് തണലാവുകയാണ് ഈ ചെറുപ്പക്കാരൻ. വാഹനം തൻ്റേതല്ലാതിരുന്നിട്ട് കൂടി എല്ലാ ഞായറാഴ്ചയും ഓട്ടോയുമായി ഇറങ്ങും. കിട്ടുന്ന തുക CH സെൻ്ററിലെ പാവപ്പെട്ട രോഗികൾക്കായി മാറ്റിവെക്കും. അന്നത്തെ ചിലവിനായി ഓടുന്ന ഓട്ടോ സഹോദരന്മാർക്കിടയിൽ തൻ്റെ ഞായറാഴ്ചകളിലെ വേതനം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ശ്രദ്ധേയനാവുകയാണ് ബിജു മുഗദാർ. ഞാനത് കുറച്ച് മുമ്പ്, ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേമുക്കാൽ വർഷം മുമ്പേ ഞാൻ ഇതേപോലെ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്ക് പോകാറുണ്ടായിരുന്നു. അതായത് പാവപ്പെട്ട ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പോകുന്ന സാഹചര്യം ഉണ്ടായ ടൈമിൽ ഞാൻ എന്താ പറയുക, ഒരു 2 കൊച്ചുങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ഒരു 7 വയസ്സും ഒരു 3 വയസ്സായ കുട്ടി. അപ്പം ഞാൻ ആ കുട്ടികളിങ്ങനെ പുറത്തിരിക്കുന്ന കുട്ടികളോട് എന്താണ് സ്ഥിതി ചോദിച്ചപ്പോൾ പിന്നെ അവരുടെ അച്ഛൻ വന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ. അപ്പം എന്നെ പറയാം, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അമ്മ ഇങ്ങേ സൈഡിലും സുഖമില്ലാണ്ട് കിടക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഹെൽപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വന്നു. കാരണം വെച്ചാൽ നമുക്കൊന്നും ദൈവം ഒന്നും തന്നിട്ടില്ല, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതാണ് നമ്മൾ നടക്കുന്നത്. കാരണം കാലിനോ കൈക്കോ ഒരു രോഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കുറച്ച് ചിന്തിച്ചു. പിന്നെ നമ്മളെ അറിയുന്ന ആളുകൾ, കുറച്ച് ആളുകൾ ഡയാലിസിസ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ, എൻ്റെ സുഹൃത്തുണ്ട്, എന്താ പറയുക, എൻ്റെ വണ്ടിൻ്റെ ഓണറാണ്, എൻ്റെ വാടക വണ്ടിയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ അങ്ങനെ ഞായറാഴ്ചയുള്ള രീതിയിൽ ഇങ്ങനെ ഓടുന്നതിന് ക്യാൻസറും ഡയാലിസിസും ചെയ്യുന്ന പേഷ്യൻറ്റിന് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, എൻ്റെ വാടക അടക്കം കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവൻ്റെ വണ്ടിയിൽ ഞാൻ ഓടുകയാണ്. അത് ഏകദേശം ചുരുങ്ങിയത് ഒരു 1.5 വർഷത്തോളം ഓടി. അതായത് 1 വർഷം 4 മാസം ഓടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപേൻ്റെ അടുത്തോളം ഞാൻ കൊടുത്തു CH സെൻ്ററിന്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക, ഞാനിപ്പോൾ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പോയി. അവിടുന്ന് ഒരു 5 മാസം സാഹചര്യവശത്താൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യം കൊണ്ട് തിരിച്ച് വന്ന് അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും വണ്ടിയിൽ തന്നെ കയറിയതാണ്. ആ കയറിയപ്പോൾ വീണ്ടും ചെയ്ത സംഗതി തന്നെ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അതിനായിട്ട്, അതായത് പാവപ്പെട്ട പ്രയാസപ്പെട്ട ക്യാൻസറും ഡയാലിസും ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് CH സെൻ്ററിലാണ് കൊടുക്കുന്നത്. അവിടെ ഇങ്ങനത്തെ പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ എനിക്കറിയുന്ന ഡ്രൈവർമാരും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈമിൽ ഞാൻ CH സെൻ്ററുമായിട്ട് ഇടപെട്ടിട്ട് അവരെ കൊണ്ട് ഞാൻ എന്താക്കാറുണ്ട്, ഈ സംഗതിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ ഒരു വിശ്വാസത വന്നത് കൊണ്ടാണ് ഞാൻ CH സെൻ്ററിലേക്കാണ് പൈസ കൊടുക്കാന്നുള്ള കണക്കൂട്ടലിലേക്ക് ഞാൻ നിന്നത്. ഓട്ടോയിൽ കയറുന്ന പാസഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓടുന്ന ടൈമിലൊക്കെ ചില പാസഞ്ചർ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പൈസ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും പാവപ്പെട്ട രോഗികൾക്കുള്ളതാണ്, നിങ്ങളെ കൊണ്ട് കയ്യിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുക, രണ്ട് പൈസ കിട്ടാൻ തരാം. അതായത് ഞാൻ ഓടിയ പൈസയും ഇതിലേക്കുള്ള പൈസയും. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് എനിക്കൊന്നുമില്ല, ഈ ഞായറാഴ്ച ദിവസം ഒരു രൂപ പോലും ഞാൻ എടുക്കാറില്ല, അത് മൊത്തം അതിൻ്റെ അകത്തേക്കുള്ളതാണ്. അപ്പം ആളുകൾ ഇത് നോക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് ഇതിനെ കൊണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ, അത് നമ്മൾ ഈ രോഗികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം ചിന്തിക്കണ്ട, നാളത്തെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്ന് നമുക്കൊരു പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ചില പാസഞ്ചേഴ്സ് വരും. അതേപോലെ തന്നെ എനിക്ക് ഒരു 90 രൂപ മീറ്ററിലായ ടൈമിൽ 1000 രൂപ വരെ തന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. അതായത് എന്നോട് പറയും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്റെ വിഷയം കൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ട്. അതേപോലെ പല ആളുകളും അതേപോലെ 500 തന്ന ആളുകളുണ്ട്, 30 രൂപന്റെ ഓട്ടത്തിന് 500 തന്ന 2-3 പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല പ്രതികരണ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിൽ അറിഞ്ഞിട്ട് അധികം ആളുകൾക്കും അഭിപ്രായക്കേടോ കാര്യങ്ങളോ ഒന്നായിട്ടില്ല. ഒരു പറയും നല്ല കാര്യമാണ്, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് സമൂഹത്തിന് വേണ്ടത്. കാരണം അവരൊന്നല്ല, ഞാൻ ചെയ്താൽ എനിക്കുണ്ടാവും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, ഞാനത് ചെയ്തും കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് നല്ല അഭിപ്രായങ്ങളാണ് അധികം ആളുകളും തരുന്നത്. ഞാൻ ഈ ആശയം വന്ന ആ സാഹചര്യത്തിൽ ചിന്തിച്ച ആ ടൈമിൽ തന്നെ
ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയും ഉമ്മയുമായിട്ടൊക്കെ ഈ വിഷയത്തെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയും ഭാര്യയും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. കാരണം മോനെ നല്ല സംഗതിയാണ്, നല്ല കാര്യമാണ്. കാരണം നമ്മുടെ അടുത്തൊന്നും പൈസ ഉണ്ടായിട്ട് സഹായിക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ എവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ പ്രയാസവും അവരുടെ പ്രയാസവും കൂടെ നമ്മൾ കണ്ടറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലൊരു സുഖം ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് നമ്മുടേതായ മാത്രം ലൈഫ്, അല്ലെങ്കിൽ ഞാൻ മാത്രം ഇന്ന് മുന്നോട്ടേക്ക് പോട്ടെ, എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ഉമ്മ മാത്രം എന്നുള്ള മുന്നോട്ടേക്ക് പോട്ടെ എന്നുള്ള ഇത് എൻ്റെ ഉമ്മ എനിക്ക് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ച് ശരിക്കും അതന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ മാത്രമായിട്ട് ജീവിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെ സമൂഹത്തിലുള്ള ആളുകളെയും നമ്മളെ പ്രദേശത്തുള്ള ആളുകളെയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ, അവരൊന്ന് കൂട്ടിപ്പിടിക്കണം. കാരണം അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എത്ര നമുക്കറിയുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുക, അല്ലാത്ത ആളുകൾക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മെയിനായിട്ട് പറയേണ്ടത് എൻ്റെ സുഹൃത്താണ്. അതായത് വണ്ടിൻ്റെ ഓണറിൻ്റെ, ഓന് എന്നെ നല്ല സപ്പോർട്ടാണ്. ഓൻ പറഞ്ഞ് നമുക്ക് ഓടണമെന്നുണ്ടെങ്കിൽ ഓടിക്കപ്പിച്ചു, ഒരു പ്രശ്നമില്ല, എൻ്റെ കളക്ഷൻ്റെ പൈസ പോലും അതിൻ്റെ അകത്തേക്ക് കൂട്ടി കൊടുത്തുന്നു. അപ്പോൾ അവരെ മനസ്സുണ്ട്. കാരണം അവർക്ക് വണ്ടിൻ്റെതായ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ അവരും ഇതാക്കി വെച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്യാണ്. അപ്പം അതിലൊക്കെ എന്താ പറയുക, എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിന് നമുക്ക് എപ്പോഴും ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിറകെ ഓടുന്ന ഈ ലോകത്ത് കരുണ പറ്റാത്ത ഇതുപോലെ അനേകം കണ്ണുകൾ നമുക്കിടയിലുണ്ട്. വയനാട് ദുരിത മേഖലയിൽ പോലും നമ്മൾ മലയാളികൾ അത് കണ്ടറിഞ്ഞവരാണ്. ഇനിയും ഇതുപോലെയുള്ള ഹൃദയങ്ങളെ കണ്ടുമുട്ടാനാവട്ടെ എന്ന പ്രത്യാശയോടെ സൈനിങ് ഓഫ്.